നുഴഞ്ഞുകയറ്റം, മറ്റ് പ്രകൃതി വിരുദ്ധ കാരണങ്ങൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ പരിശോധിക്കുന്നതിനായി കേന്ദ്രം ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. ഇന്ത്യയിലെ ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വിഷയം പരിശോധിക്കുന്നതിനായി ഒരു ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നാണ് അമിത് ഷാ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചത്. ദേശീയ സുരക്ഷ, പരമാധികാരം, സാമൂഹിക സ്ഥിരത എന്നിവയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു നിർണായക വെല്ലുവിളിയാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. 2025 സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായാണ് ഈ നീക്കം രൂപപ്പെടുത്തിയതെന്നും ഷാ തന്റെ എക്സിലെ പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റത്തിൽ നിന്നും ജനസംഖ്യാ രീതികളെ സ്വാധീനിക്കുന്ന മറ്റ് പ്രകൃതി വിരുദ്ധ ഘടകങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സർക്കാർ ഇപ്പോൾ ജനസംഖ്യാ മാറ്റത്തിനായുള്ള ഉന്നതതല സമിതി പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റവും അസ്വാഭാവിക ജനസംഖ്യാ വ്യതിയാനത്തിന് കാരണമാകുന്ന മറ്റ് കാരണങ്ങളും ഏതൊരു രാജ്യത്തിന്റെയും വർത്തമാനത്തിനും ഭാവിക്കും വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നും ഷാ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വെല്ലുവിളിയെ നേരിടുന്നതിനായി 2025 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കമ്മിറ്റി രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. സർക്കാർ ഇപ്പോൾ ഇത് രൂപീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ അധ്യക്ഷനായ കമ്മിറ്റിയിൽ സെൻസസ് കമ്മീഷണർ, മുൻ IAS ഉദ്യോഗസ്ഥൻ ദുർഗ ശങ്കർ മിശ്ര, മുൻ IPS ഉദ്യോഗസ്ഥൻ ബാലാജി ശ്രീവാസ്തവ, സാമ്പത്തിക വിദഗ്ധൻ ഷാമിക രവി എന്നിവർ അംഗങ്ങളായിരിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ഈ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. നമ്മുടെ പരമാധികാരവുമായി മാത്രമല്ല, ദേശീയ സുരക്ഷ, ക്രമസമാധാനം, സാമൂഹിക ഘടനയിലെ അഗാധമായ മാറ്റങ്ങൾ, ഗോത്ര സമൂഹത്തിന്റെ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് ജനസംഖ്യാപരമായ മാറ്റമെന്നും പാനലിന്റെ പ്രവർത്തനത്തിന്റെ വ്യാപ്തി എടുത്തു കാണിച്ചുകൊണ്ട് ഷാ പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള ജനസംഖ്യാ വ്യതിയാനങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ നടത്തുന്നതിന് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് പ്രകൃതി വിരുദ്ധ കാരണങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് പരിശോധിക്കും. മതപരവും സാമൂഹികവുമായ സമൂഹങ്ങളുടെ തലങ്ങളിലെ അസാധാരണമായ ജനസംഖ്യാ മാറ്റങ്ങളുടെ പാറ്റേണുകൾ വിശകലനം ചെയ്യും. ആസൂത്രിതവും സമയബന്ധിതവുമായ ഒരു പരിഹാരം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡേറ്റ ട്രെൻഡുകൾ പഠിക്കുകയും പങ്കാളികളുമായി കൂടിയാലോചിക്കുകയും ഉയർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള നയപരമായ ഇടപെടലുകൾ ശുപാർശ ചെയ്യുകയും ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. നടപടിയെടുക്കാവുന്ന നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ കമ്മിറ്റി അതിന്റെ കണ്ടെത്തലുകൾ സമർപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതൽ സമീപനത്തിലേക്കാണ് ഈ സംരംഭം വിരൽ ചൂണ്ടുന്നതെന്നും സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ചു ഷാ പറഞ്ഞു. നല്ല അറിവോടെയും നിർണായകവുമായ നടപടികളിലൂടെയും രാജ്യത്തിന്റെ സമഗ്രതയും അതിന്റെ സാമൂഹിക ഘടനയും സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഷാ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.